ഓം ശാന്തി. ഇന്ന് യജ്ഞ ഇതിഹാസത്തെ ഓർമ്മിക്കുന്നു. പ്രിയമമ്മ തൻ്റെ പാലനയിലൂടെ സർവരുടെ പുരുഷാർത്ഥത്തിൻ്റെ പഥത്തെ കാണുകയാണ്. ഈ ശ്രേഷ്ഠ പഥത്തിലൂടെ മുന്നോട്ടു പോകാൻ സർവർക്കും സഹജവും സരളവുമാക്കുന്നു. ഈ സ്ഥിതിയിൽ ബാബ എന്നെ മുകളിലേക്ക് ആകർഷിക്കുന്നു. ഞാൻ വദനത്തിലെത്തുകയാണ്. മമ്മ ബാബയെ എൻ്റെ സന്മുഖത്തിൽ വദനത്തിൽ ഞാൻ അനുഭവം ചെയ്യുന്നു. നാലു ഭാഗത്തും അലൗകിക ദിവ്യപ്രകാശം എൻ്റെ മനസ്സിനെ ശാന്തവും ശീതളവുമാക്കുന്നു. ഞാൻ മമ്മ ബാബയിൽ നിന്നും ശക്തിശാലി ദൃഷ്ടി സ്വീകരിക്കുന്നു. മമ്മയിലെ അപാര ദിവ്യതയും തേജസ്സും ആത്മീയതയും ഞാൻ അനുഭൂതി ചെയ്യുന്നു. ജ്ഞാനജ്ഞാനേശ്വരി മാ സരസ്വതി എനിക്ക് ജ്ഞാനപ്രകാശം നൽകുന്നു. മമ്മ പറയുകയാണ്, ഏതുപോലെ മമ്മ ബാബയുടെ ഓരോ ആജ്ഞയും വിശ്വസ്തയോടെ പാലന ചെയ്തു, അതുപോലെ നിങ്ങളും പാലന ചെയ്യൂ. ഒന്നാലോചിക്കൂ, ഈ ശിക്ഷണം ആരാണ് തരുന്നത്? സ്വയം ത്രിലോകീനാഥ്, ത്രികാലദർശി, ത്രിനേത്രി ശിവബാബ ജ്ഞാനം നൽകുകയാണ്, ശ്രീമതം നൽകുകയാണ്. ബാബയുടെ ഓരോ ആജ്ഞയും ജീവിതത്തിൽ സമാവേശമാക്കി മുന്നോട്ടു പോവുക, സദാ ലൈറ്റായിരിക്കുക. ഓരോ നിമിഷവും അന്തിമ നിമിഷമാണെന്ന് കരുതി ശ്രേഷ്ഠ പുരുഷാർത്ഥം ചെയ്യൂ. സമ്പന്നമാകൂ, സമ്പൂർണമാകൂ. മാതാ സരസ്വതി ജ്ഞാനത്തിൻ്റെ ഈ സുന്ദര വചനങ്ങളിലൂടെ എന്നെ അലങ്കരിക്കുന്നു. മാതാപിതാവിൻ്റെ സമീപമിരുന്ന് ഞാൻ മുഴുവൻ വിശ്വത്തിലേക്കും സകാശ് നൽകുന്നു. ഞാൻ പരംപിത പരമാത്മാവിൻ്റെ പേരക്കുട്ടിയാണ്. ബ്രഹ്മ സരസ്വതിയുടെ മുഖത്തിലൂടെ ജനിച്ച് വിഷ്ണുവും ശങ്കരനും വല്യച്ഛന്മാരാകുന്നു. പരസ്പരം സഹോദരി സഹോദരന്മാരാണ്. ഇതാണ് എൻ്റെ ചെറിയ ലോകം. പരമാത്മാ ശിവൻ മുഴുവൻ സൃഷ്ടിയുടെയും
ബീജരൂപമാണ്. സർവ ആത്മാക്കളുടെയും കല്യാണകാരിയായതിനാൽ പരംപിതാവിനെ ഹര ഹര ഭോലാനാഥ് മഹാദേവ ശിവൻ എന്ന് വിളിക്കുന്നു. ബാബ മുഴുവൻ സൃഷ്ടിയുടെ ദുഃഖം ഹരിച്ച് സുഖം നൽകുന്നു. എനിക്ക് സുഖ, ശാന്തി, പവിത്രതയുടെ അധികാരം നൽകുന്നു. ഞാൻ എൻ്റെ ഹൃദയത്തോട് ചോദിക്കുന്നു, ഞാൻ പൂർണ്ണമായും ബാബയുടേതായോ? ഞാൻ സർവോത്തമ പുരുഷാർത്ഥിയാകുന്നു. ബാബയിൽ നിന്നും സർവസംബന്ധങ്ങളുടെ അനുഭവം കിട്ടുന്നു. പരമാത്മാവുമായി എല്ലാ സംബന്ധവും യോജിപ്പിച്ച് ഞാൻ 21 ജന്മത്തേക്ക് സുഖം നേടുന്നു. ഡ്രാമയുടെ അന്ത്യത്തിൽ പരമാത്മാവ് വന്ന് എല്ലാ ആത്മാക്കൾക്കും ശിക്ഷ കൊടുത്ത് പവിത്രമാക്കി പാർട്ടിൽ നിന്നും മുക്തമാക്കുന്നു. ആത്മാക്കൾ വീണ്ടും പാർട്ടിലേക്ക് വന്ന് ഏറ്റവും ഉത്തമമായ പാർട്ട് അഭിനയിക്കുന്നു. ബാബ വന്ന് ആത്മാക്കളെ സ്വച്ഛമാക്കുന്നു. ആദ്യം ആത്മാക്കളിലെ അഴുക്കില്ലാതാക്കുന്നു. ആത്മാക്കളെ പവിത്രമാക്കുന്ന അതോറിറ്റി ബാബയാണ്. ഇപ്പോൾ ലോകം മാറുകയാണ്. ആദ്യം സ്വയം മാറണം, അപ്പോൾ ലോകവും മാറുന്നു. ഞാൻ ദേവതാ സംസ്കാരം ഇപ്പോൾ മുതൽ ഉണ്ടാക്കുന്നു. ബാബയെ ഓർമ്മിച്ചോർമ്മിച്ച് ശിരസിലുള്ള പാപഭാരം ഇല്ലാതാക്കുന്നു. ലൈറ്റ് സ്വരൂപമായി സ്ഥിതി ചെയ്യുമ്പോൾ യോഗത്തിന്റെ ശക്തി വദനത്തിലെത്തുന്നു. ഓരോരുത്തരുടെയും സമ്പൂർണതയുടെ ലൈറ്റ് അവരിലേക്ക് പ്രവേശിക്കുന്നു. ഞാൻ എൻ്റെ നിശ്ചയത്തിൽ ദൃഢമായിരിക്കുന്നു. മമ്മ തൻ്റെ ഏകരസ ഈശ്വരീയ ദൃഷ്ടിയിലൂടെ ഓരോരുത്തരെയും ശ്രേഷ്ഠരാക്കി മധുരമായ വീണാനാദത്തിലൂടെ ഞാൻ ആരാണ്, എൻ്റെ പിതാവാരാണെന്ന പരിചയം നൽകുന്നു. അവസ്ഥ ദീപനാളം പോലെ സ്ഥിരത വരുമ്പോൾ സമ്പൂർണ്ണ രീതിയിൽ കാര്യങ്ങളെ സിദ്ധമാക്കാൻ സാധിക്കുന്നു. സർവശക്തിവാനായ ഈശ്വരൻ സ്വയം യജ്ഞത്തിൽ നമ്മുടെ മുന്നിൽ അവതരിച്ചിരിക്കുന്നു. ആ ശീതളമായ മടിയിലിരിക്കുമ്പോൾ ഹൃദയം ശാന്തമാകുന്നു. ബാബയുടെ വരദാനത്തിന്റെ സ്വരൂപമാകുന്നു. സദാ അതീന്ദ്രിയ സുഖത്തിന്റെ ഊഞ്ഞാലിൽ ആടിക്കൊണ്ടിരിക്കുന്ന സംഗമയുഗത്തിലെ സർവ അലൗകിക പ്രാപ്തികളാലും സമ്പന്നനായി ഭവിക്കൂ. ഞാൻ സദാ ഊഞ്ഞാലിലാടിക്കൊണ്ടിരിക്കുന്നു. ദേഹാഭിമാനത്തിൽ വരില്ല.
സർവപ്രാപ്തികളാലും സമ്പന്നരായ ബ്രാഹ്മണരുടെ ഊഞ്ഞാലാണ് അതീന്ദ്രിയ സുഖത്തിന്റെ ഊഞ്ഞാൽ. ഞാൻ ത്യാഗിയാണ്. ഈ അഭിമാനത്തിന്റെയും ത്യാഗമാണ് സത്യമായ ത്യാഗം. ഓം ശാന്തി.